ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ മോർണിംഗ് റൊട്ടീനാണ്. യൂഷ്വലി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ നിങ്ങളോടൊപ്പം കൂടെ ഷെയർ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് ആവുന്ന ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ പാലിക്കുന്നത് എല്ലാ ദിവസവും. ഒന്നുമില്ല, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത്രയൊക്കെ ഉള്ളൂ. ടോണറോ സെറോ ഒന്നും ഡെയിലി ബേസിസിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാനതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ ഞാൻ ഫ്രഷായിട്ട് എത്ര ഇതെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ബെഡ് വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഹോണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ബെഡ് വൃത്തിയാക്കി ഇടുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും, സീരിയസ്ലി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം വൃത്തിയാക്കിയിട്ട് നേരെ അടുക്കളയിൽ പോകുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി അമ്മച്ചി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ ഇന്നും ദോശയും സാമ്പാറും വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ദോശയും സാമ്പാറാണ് ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ കൂടുതലും ദോശയും സാമ്പാറാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഇന്ന് നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ചെയ്യാമെന്ന് കരുതി. ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് തോരനും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ തോരനും ചിക്കൻ കറിയും എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് പച്ചക്കാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്ക, അതാണ് വേറൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാനിതെല്ലാം വൃത്തിയാക്കി അരിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് കറ ഉണ്ടാവുമല്ലോ ഈ പച്ചക്കായ്ക്ക്, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഇതങ്ങ് ഒതുക്കി മാറ്റിയിട്ട് ചിക്കൻ പരിപാടിയിലോട്ട് പോകാമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഞാനത് വൃത്തിയാക്കിയിട്ട് നേരെ ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാത്തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ വിധം ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇത് വെള്ളത്തിൽ ഇട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെന്തതിന് ശേഷം നമ്മൾ തോരൻ ആയിട്ടുള്ള ഇതൊക്കെയാണ്: തേങ്ങ, ജീരകം, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് തോരനുള്ള അരപ്പും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ ഇട്ട് നമ്മൾ പച്ചക്ക വേവിച്ചെടുക്കുകയാണ്. ഉപ്പിട്ട് വേവിച്ചെടുക്കണം. അതൊരു ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്ക വെന്ത് കിട്ടിയതിന് ശേഷം അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പിട്ടും 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മുടെ പച്ചക്കായുടെ തോരൻ റെഡി ആയിരിക്കുകയാണ്. അപ്പം തോരൻ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചിക്കൻ്റെ പരിപാടിയിലോട്ടാണ് പോണത്. അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ കറി വെച്ച പാത്രത്തിൽ തന്നെ ഞാൻ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാതെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാറുണ്ട്. അപ്പോൾ മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു നല്ല വൃത്തിയായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്തോ ഒരു ഇഷ്ടം, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ അതിനുശേഷം അരി ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ അടുപ്പിലല്ല അരി വെച്ചത്, ഗ്യാസിലാണ് വെച്ചത്. മഴയൊക്കെ ആയതുകൊണ്ട് വിറക് കിട്ടാൻ ഭയങ്കര ലുബ്ധിയാണ് ഇവിടെ കേട്ടോ. അങ്ങനെ ഞാൻ അടുപ്പിൽ നമ്മുടെ ചോറും വെക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് ചിക്കനാണെന്ന്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം നേരെ സവാള, കുഞ്ഞുള്ളി അതെല്ലാം അരിയുന്ന പരിപാടികളാണ്. ഇതാണ് നമുക്ക് ചിക്കൻ കറി വെക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ഈ സവാളയും കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞ് പിറക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. അപ്പോൾ ഞാൻ കുക്കിംഗ് പ്രിപ്പറേഷൻസ് തുടങ്ങുകയാണ്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വിധം ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു ഉരുളി വെക്കുക, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, കറിവേപ്പില, പിന്നെ വറ്റൽമുളകും കൂടിയിട്ട് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കും. അതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ച സവാളയും കുഞ്ഞുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാനിത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. ബ്രൗൺ കളർ ആയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്ന് നല്ല കുഴഞ്ഞൊരു പരുവത്തിലെത്തിയതിന് ശേഷം മാത്രമേ ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. മസാലപ്പൊടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് പൊടിവർഗ്ഗങ്ങൾ. അപ്പം ഈ പൊടിവർഗ്ഗങ്ങളുടെ പച്ചമണം മാറുന്നതിന് ശേഷം ഞാൻ തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് മാത്രമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ചിക്കൻ കറി റെസിപ്പി. നിങ്ങളുടെ ചിക്കൻ കറി റെസിപ്പി വെറൈറ്റി ആണെങ്കിൽ എനിക്ക് കമൻസിലൂടെ ഒന്ന് പറഞ്ഞു തരാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അവിടെ ഇരുന്നോട്ടെ. അതവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് ഞാൻ നമ്മുടെ അടുക്കളയിൽ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികൾസ്, പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ നേരെ ഞാൻ
ചോറിട്ട് കഴിക്കുകയാണ്. ചോറുണ്ടായിരുന്നു, കാത്തോരൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സാലഡ് കൂടെ ഉണ്ടാക്കി. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് സാലഡ് നിർബന്ധമാണ്. എന്താണോ എന്തോ അത് കോമ്പിനേഷൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ സാലഡ് ഉണ്ട്, പിന്നെ അതുപോലെ 2 പപ്പടവും എടുത്ത് കറുമുറ ചവച്ച് തിന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ ഗൈസ്.